ജോഗിങ്ങിന് പോയതാ. വേണമെങ്കിൽ നാളെ മുതൽ പ്രമേളയ്ക്കും കൂടാ. വേണ്ട 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 വേണ്ട, അതൊക്കെ നിന്റെ സിംഗപ്പൂരില് ആണും പെണ്ണും ഒന്നിച്ചോടുന്നത്. ഇത് എറണാകുളമാ. നീ ഒന്ന് കാപ്പ് പിടിക്കാൻ നോക്ക്. പ്രമേളെ, ഒരു മിനിറ്റ്. എന്തൊരു ദുർഗന്ധമാണ് അതിനെ. പ്രബിളെ, സുഗന്ധം എന്ന് പറയാൻ അമ്മയ്ക്ക് അറിയില്ല, അതുകൊണ്ടാ. ഇതെന്താ ഉരുട്ടലി? തടി വെക്കാതിരിക്കാനോ മറ്റോ ആണോ? അവൻ അത്രയൊക്കെ കഴിക്കാറുള്ളൂ. പ്രമേളെ, ബോംബെ ടെസ്റ്റിൽ ഇന്ത്യ ഇന്നലെ എത്ര റൺസ് എടുത്തു? എനിക്കറിഞ്ഞൂടാ, ഞാൻ സ്പോർട്സ് കോളങ്ങൾ വായിക്കാറില്ല. ഇവിടെ ഏതുണ്ട് നല്ല ഹിന്ദി പിക്ചർ? അല്ലമേ, നിങ്ങൾ സിനിമയ്ക്കൊന്നും പോകാറില്ലേ? ഇവള് രാവിലെ ബാങ്കിൽ പോവും, വൈകുന്നേരം തിരിച്ചു വന്ന് മുറി കയറി കഥവടച്ചിരിക്കും, പിണിച്ച വന്ന് വല്ലതും കഴിക്കും. ഇതാ ഇവളുടെ സ്വഭാവം. ഇവളിവിടെ ഉള്ളതും ശരി, ഇല്ലാത്തതും ശരി. അമ്മായി, ഞാൻ എഴുന്നേക്കട്ടെ. ഇടാ, പല നല്ല വിവാഹാലോചനകളും വന്നതാ, പക്ഷെ ഒന്നും നടക്കുന്നില്ല. എന്റെ ആങ്ങളെ ഉണ്ടല്ലോ, അവളുടെ അച്ഛൻ, അങ്ങയുടെ മഹിമ കൊണ്ടാ. കൊച്ചമ്മാന്റെ കാര്യം പിന്നെ പറയാനുണ്ടോ? ഇവിടെ ഇരിക്കല്ലേ പറഞ്ഞത്? ഇരിക്കല്ലേ ഇവിടെ? വീട്ടിൽ അതിഥി വന്നാൽ ഇങ്ങനെയാണോ പെരുമാറേണ്ടത്? മനസ്സിലായില്ലേ? അതിഥി എന്ന് പറയുന്നത് ഞാനാ. നീ ഇവിടെ സ്ഥിരമായി താമസിക്കുന്നവളാ. ഞാൻ എപ്പോഴെങ്കിലും ഒന്ന് വരും. ഞാൻ പറയൂ. അമ്മ എന്നോട് വിവരങ്ങളെല്ലാം പറഞ്ഞു. ബി സ്മാർട്ട്. ജീവിതത്തെ സ്നേഹിക്കാൻ പഠിക്കും, അപ്പോ ജീവിതം നിന്നെ സ്നേഹിക്കും. ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, ഞാനിവിടെയുള്ളപ്പോ ഈ സ്വഭാവം ഞാൻ സമ്മതിക്കില്ല. ഓക്കെ? തിന്നാനാ തന്നത്. പെൺമാച്ചോ? എവിടെ നിന്ന് കിട്ടിയടി? മുരളി തന്നതാ. മുരളിയോ? അമ്മായിയുടെ മോന് സിംഗപ്പൂരില, ഇന്നലെ വന്നു. അങ്ങേർക്ക് എന്താ അവിടെ ജോലി? ഏതോ ഒരു ഫേമിന്റെ ബിസിനസ് എക്സിക്യൂട്ടീവാ. അമ്മായിയുടെ മകൻ മുറച്ചെറുക്കൻ അല്ലേ? വിവാഹിതനാണോ? അല്ല. കാണാൻ എങ്ങനെ? എനിക്കറിഞ്ഞൂടാ. സൂക്ഷിച്ചു കേട്ടോ, എന്നെ സൂക്ഷിച്ചോന്ന്. എന്തായാലും ആളെ എനിക്കൊന്ന് കാണണം. എന്തിനാ? കാണാൻ പാടില്ലേ? മുരളിയല്ലേ? അതെ. വന്നോന്നറിഞ്ഞു. ഇത് അവിടുന്ന് കൊണ്ടുവന്നായിരിക്കും. നല്ല കാസറ്റ്സ് ഒക്കെ ഉണ്ടോ? ഉണ്ട്. അപ്പൊ ഇടയ്ക്ക് ഒന്ന് കാണാമല്ലോ. അല്ല, ആരാണെന്ന് മനസ്സിലായില്ല. ഞാൻ ഹേമ, പ്രമേലയുടെ ഫ്രണ്ട്. ഞാനും ബാങ്കിലാ ജോലി ചെയ്യുന്നത്. അത് ശരി. പ്രമേലേ, പ്രമേലേ, ഇരിക്കാം. ഹേമയാ? അതെടി, വാ വാന്നേ. മുരളി ഇരിക്കുന്നേ, നമുക്ക് അകത്ത് വരുന്ന സംസാരിക്കാം. വാ. വേണ്ടെന്നേ, നമുക്ക് ഇവിടെ ഇരുന്ന് സംസാരിക്കാം. നമുക്ക് അകത്ത് പോവാന്നേ. എന്തിന്? ഇനി ഡിസ്റ്റർബൻസ്? ഓ നോ നോ. മുരളി, ഇവളൊരു ദുഃഖത്തിന്റെ മെഴുകുതിരിയാ.
ആർക്കും വേണ്ടാതെ കത്തിത്തീരുന്നു. രമ എന്തൊക്കെയാ പറയുന്നത്? പിന്നല്ലാതെ പണ്ടെങ്ങാണ്ട് ഒരുത്തം വന്ന് പ്രേമിച്ചെന്ന് കരുതി. പ്രമീളെ, ഞാനാ കാര്യം പറഞ്ഞതിന് പിണങ്ങിപ്പോയതാ. ഇവളുടെ ഒരു കാര്യം. അയ്യോ പ്രമീളെ, ഞാനൊന്നും ഓർത്തോണ്ട് പറഞ്ഞതല്ല. എന്റെ സ്വഭാവം നിനക്കറിഞ്ഞൂടെ? ഇങ്ങോട്ട് നോക്കി നോക്കടി. അയ്യോ സുധേട്ടൻ വന്നു. മാർക്കറ്റിൽ പോയ വഴിക്ക് ഞാനിങ്ങി ഇറങ്ങിയതാ. വാ വന്നേ. അയ്യോ അമ്മായിയെ കണ്ടില്ലല്ലോ. പുള്ളിക്കാരി ഇവിടെ കുളിക്കുക. കണ്ടിട്ട് പോയപ്പോരെ. ആ ഇനി എന്നെ നിൽക്കാൻ സമ്മതിക്കത്തില്ല. വാ മുരളി. ആ മുരളി വന്നേ. എന്റെ പ്രിയതമനെ ഒന്ന് പരിചയപ്പെടണ്ടേ? ആരെ? എന്റെ ഭർത്താവിനെ. അത് ശരി. വാ സുധേട്ടാ. സുധേട്ടാ ഒന്ന് വന്ന് മുരളിയെ പരിചയപ്പെട്ടെ. ഇപ്പൊ വേണോ? വരുന്നേ. ശരി എങ്കിൽ പരിചയപ്പെട്ട് കളയാം. വരുന്നു. മുരളി, സുധേട്ടന് പരിചയമില്ലല്ലോ. ഒന്ന് പരിചയപ്പെടുത്തി താടി. സുധേട്ടാ ഇതാണ് മുരളി. ഹലോ. ഹലോ. എന്ത് പറയുന്നു പ്രമീളെ? മുരളി, ഒരു ദിവസം വീട്ടിലേക്കൊക്കെ വരണം. ഇപ്പൊ ഞാനല്ലേ ക്ഷണിക്കേണ്ടത്? വരൂ. അയ്യോ ഇപ്പൊ പറ്റത്തില്ല. ആ പച്ചക്കറികളെല്ലാം കാറിൽ ഇരിക്കുന്നതേ ഉള്ളൂ. എന്നിട്ട് വേണം വല്ലതും വച്ചു വിളമ്പാൻ. മുരളി സ്മാളൊക്കെ അടിക്കുമല്ലോ അല്ലേ? ഒരു ദിവസം ചെറുതായി നമുക്കൊന്ന് ഇതിനെ വരട്ടെ മുരളി. സുധേട്ടാ ഞാൻ ഓടിക്കാം. ഓടിച്ചോ. പ്രമീളെ, അപ്പൊ അതാണ് നിന്റെ പ്രശ്നം. നിൽക്കൂ. നീ കഥയെന്ന് പറഞ്ഞേ കേൾക്കട്ടെ. പറയൂ. അവിടെ ഔട്ട് ഹൗസിൽ താമസിച്ചിരുന്നത് അഡ്വക്കേറ്റ് ബാലചന്ദ്രൻ. ആരാണെന്ന് മാത്രമല്ല, എങ്ങനെയാ ബന്ധം തകർന്നു എന്നാണ്. എന്റെ കുറ്റം കൊണ്ടല്ല. നിന്നെപ്പോലൊരു പെൺകുട്ടിയെ പ്രേമിച്ചിട്ട് കൈയൊഴിയുക. അവൻ നട്ടല്ലില്ലാത്തവനാണ്. നിന്റെ സ്നേഹവും അവൻ അർഹിക്കുന്നില്ല, നിന്റെ ദുഃഖവും അർഹിക്കുന്നില്ല. നഷ്ടപ്പെട്ടത് വെറും ഒരു കാമുകനാണ്. ആ നഷ്ടത്തിൽ നീ നിന്റെ ജീവിതം എഴുത്തള്ളരുത്. പ്രമീളെ, ഇപ്പോ നിന്റെ മനസ്സിലുള്ള മണ്ടൻ കാമുകനുണ്ടല്ലോ, അവനവിടെ നടിച്ചോടി. എങ്കിലേ മറ്റൊരാൾക്ക് അങ്ങോട്ട് കയറുവാനൊക്കൂ. മനസ്സിലായോ? പെണ്ണെ, ആലോചിച്ച് തലപുണ്ണാക്കണ്ട. മനസ്സൊക്കെ തൂത്തുവാരി വാതിലൊക്കെ തുറന്നിട്. ഒരു പക്ഷേ മുരളി തന്നെയാണ് കയറി വരുന്നതെങ്കിലോ? നീ എന്തുവാടേ കാണിക്കുന്നത്? ഗേറ്റ് തുറന്നോളാ. അവള് ജോലി ക്ഷീണിച്ചു വരികയല്ലേ? അതെയോ? ശരി, വാ മോളെ. അവന്റെ ഒരു കളി. കാപ്പി മേശപ്പുറത്ത് വെച്ചിട്ടുണ്ടേ മോളെ? ശരി അമ്മായി. അമ്മേ, എന്നാടാ? അവളുടെ വേഷം കണ്ടില്ലേ അമ്മേ? ഒരുമാതിരി വള്ളിയും പുള്ളിയുള്ള സാരിയെ കൊടുത്തോണ്ട് നടക്കുന്നു. അവക്ക് അതിലൊന്നും വലിയ താല്പര്യമില്ലെന്നേ. ബാങ്കിലല്ലേ അമ്മേ ജോലി ചെയ്യുന്നത്? 4 ആൾക്കാർ കാണുന്നതല്ലേ? ശമ്പളം കിട്ടിയ ഉടനെ വീട്ടിലേക്ക് അയക്കും. എന്നാ പിന്നെ അമ്മയ്ക്ക് 2 സാരി വാങ്ങി കൊടുക്കാൻ പോലെ. നീ അല്ലയോ വലിയ കൊമ്പത്തെ ശമ്പളക്കാരൻ? നിനക്ക് 2 സാരി വാങ്ങി കൊടുത്തതായോ? അല്ല, അമ്മ ആളൊരു പിശുക്കിയാണല്ലോ. അല്ല പിന്നെ അമ്മേ, വേണ്ട, വലിയ പോളിഷ് ഒന്നും വേണ്ട. സെലക്ഷൻ കഴിഞ്ഞോ? മുരളിയുടെ ഫ്രണ്ടിന്റെ നിറം എന്താ? ഇങ്ങനെയൊക്കെ തന്നെ ഇരിക്കും. ഇവയിൽ ഏതെങ്കിലും എടുക്കാം. ഇതിലേതാ നല്ലത്? 3 നല്ലതാ. എന്നാ 3 പാക്ക് ചെയ്തേക്ക്. പ്രമീളെ, എന്റെ പ്രസന്റേഷൻ. എനിക്കോ? അതെ.
എന്താ തരാൻ പാടില്ലേ? മെഡിക്കലായിരിക്കണല്ലോ. എടാ മുരളി, ഇതിനെന്താ പേര് പറയുന്നത് അറിയാമോ? പ്രാന്ത്, മുഴുപ്രാന്ത്. അമ്മ സിംഗപ്പൂർ വന്നിട്ടില്ലല്ലോ. അമ്മേ 2 ദിവസമായിട്ട് നമ്മുടെ ജോഗിങ് നടക്കുന്നില്ല. മസിലൊക്കെ ഒന്ന് ഇളകട്ടെ. ഓ കൊള്ളാം കൊള്ളാം. അമ്മായി എന്താ മോളെ? അമ്മായി ഞാൻ പോകുന്നു. അയ്യോ നിക്ക് മോളെ, ഞാൻ ചോറ് എടുക്കട്ടെ. പ്രമിളെ നന്നായിരിക്കുന്നു. മോളെ എന്നാ മോളെ കൊട, വെയില് കൊള്ളണ്ട. ഞാൻ വരട്ടെ. ഹായ്, ആളങ്ങ് മിനിങ്ങിയിരിക്കുന്നല്ലോ. ഓർഗൻസിയാ? ആരുടെ സെലക്ഷൻ അടി? മുരളി. എന്താ മോളെ? അമ്മയുടെ കത്ത് വന്നു, ഒന്ന് അവിടത്തോളം ചെല്ലാൻ. ഞങ്ങൾക്ക് തിങ്കളാഴ്ചയുടെ അവധിയാ. ഞാനിന്ന് വീട്ടിൽ പോയിക്കോട്ടെ. ഇന്ന് തന്നെയോ? 6:30 മണിക്കൊരു ബസ് ഉണ്ട്. അങ്ങ് ചെല്ലുമ്പോ രാത്രിയാകത്തില്ലേ? മുരളി, മയ മുരളി. എന്താ എടാ, നീ കോട്ടയത്ത് എന്നാ പോകുന്നെന്ന് പറഞ്ഞേ? നാളെ കാലത്ത് പോകുമ്പോ ഇവിടെ കൂടെ ഒന്ന് വീട്ടിലിറക്കി വിട്ടേക്കണേ. കൊള്ളാം. മെയിൻ റോഡിൽ നിന്ന് 10-12 കിലോമീറ്റർ ഉള്ളിലേക്ക് പോണം. പെട്രോളിന് ചെലവുണ്ടേ. കാശാര് തരും? ഞാൻ തരാം. സമ്മതിച്ചേ? എന്നാരടി? നീ എന്താ മോനെ ചേച്ചിയെ കൂടെ കൊണ്ടുവരുന്നത്? അമ്മായി, എന്റെ പ്രോഗ്രാം പെട്ടെന്നായിരുന്നു. അമ്മാവനോടില്ലേ? ഇല്ല. ജനാർദ്ദന, മുരളിയേട്ട് വന്നിറങ്ങുന്ന കണ്ടു. കണ്ടാ മതിയോ മോനെ? സൽക്കരിക്കേണ്ടവര് സൽക്കരിച്ചാ മതി. അവനങ്ങനെയാ, മുരളി ഒന്നും വിചാരിക്കണ്ട. ജനാർദ്ദന, അവനെ വിളിക്കണ്ട. ആ അമ്മായി, ഉച്ചയ്ക്ക് മുമ്പ് എനിക്ക് കോട്ടയത്തെത്തണം. ഇരിക്കടാ മോനെ, ഊണ് കഴിച്ചിട്ട് പോയാ മതി. അയ്യോ അമ്മായി, മുരളി ഉണ്ടിട്ട് പോയ പോരെ? എങ്കിൽ നാളെ തിരിച്ചു വരുമ്പോ ഇവിടെ നിന്ന് കളയാം. പട്ടെ. ആ അമ്മായിയേ, അമ്മായിയുടെ എരിവുള്ള മീൻകറി ഉണ്ടല്ലോ, നാളെ അത് വേണം. നീ എന്താടേ കാണിച്ചത്? നീ എന്താണ് കാണിച്ചത്? ആ കവലയിലുള്ളവർ പറഞ്ഞ കേൾക്കണം. ഒന്നിറങ്ങിയിരിക്കുന്ന ഒരുത്തന്റെ കൂടെ. ഒരുത്തന്റെ കൂടെയോ? ഞാൻ മുരളിയുടെ കൂടെയല്ലേ വന്നത്? അമ്മ എന്തിനാ എന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്? മോളെ, നിനക്കൊരാലോചന. ഇവിടുത്തെ എല്ലാ കാര്യം അറിയാവുന്നവരാ. അധികം ഒന്നും ആലോചിക്കാൻ നിൽക്കണ്ട. ചേച്ചി ഇങ്ങനെ കഴിയുന്ന കാണുമ്പോ ഞങ്ങൾക്ക് വിഷമമുണ്ട്. അല്ല, അമ്മ പറയുന്ന ഒന്ന് കേട്ടേ മോളെ. എനിക്കിപ്പോ വിവാഹം വേണ്ടെന്നേ. എന്നാ കെട്ടാച്ചക്കാട്ടിയോടെ നിന്നോ. എനിക്ക് വേണ്ടി നിങ്ങൾ ആരും ഇനി വിവാഹം നടത്തണ്ട. മോളെ,
എന്താ മോളെ നിന്റെ മനസ്സിൽ? വേറെ വല്ല വിചാരമുണ്ടോ? മുരളിയെ മറ്റാണോ? സന്തോഷമാണോ മോളെ എനിക്ക്? അമ്മ വിളിച്ചത് കേട്ടില്ലേ? അമ്മ വിളിച്ചത് കേട്ടില്ലെന്ന്. ഇല്ല, അവിടെ വെച്ചേക്ക്. കിടക്കുമ്പോഴും മുരളി പെർഫ്യൂം ഉപയോഗിക്കുമോ? ആ, കാണുന്ന സ്വപ്നങ്ങൾക്കും സുഗന്ധമുണ്ടാവാൻ. വേണ്ട.